നമസ്കാരം. ആഭരണങ്ങളുടെ ഇറക്കുമതിയിൽ നിയന്ത്രണ പൂട്ടുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി ആഭരണങ്ങൾ സ്വതന്ത്രമായി ഇറക്കുമതി ചെയ്യുന്നത് നടപ്പിലാകില്ല. കാരണം ആസിയാൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുണ്ട്. കരാറിലെത്തിയ രാജ്യങ്ങളിൽ നിന്നും ചരക്കുകൾ ഇറക്കുമ്പോൾ നികുതി പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കും. ഇത് ദുരുപയോഗം ചെയ്യുന്ന വേളയിലാണ് സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നത്. തായ്ലാന്റിൽ നിന്നും വലിയ തോതിലുള്ള വെള്ളിയും പ്ലാറ്റിനവും കൊണ്ടുവരുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നത്. മറ്റ് ലോഹങ്ങളുടെ കൂട്ടില്ലാത്ത ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇതിന് ഉദാഹരണമായി എടുത്തു പറയാവുന്നത് കല്ലുകൾ പതിക്കാത്ത ആഭരണങ്ങളാണ്. മറ്റു ലോഹങ്ങളുടെ കൂട്ടില്ലാത്ത ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇനി മുൻകൂർ അനുമതി ആവശ്യമാണ്. അല്ലാത്തവ പിടിക്കപ്പെടും. ഇറക്കുമതി നിയന്ത്രിക്കുമ്പോൾ ആഭ്യന്തര വിപണിയിൽ നേരിയ തോതിൽ വില ഉയർന്നേക്കാം. ഇനി നിയന്ത്രണത്തോടെ ആയിരിക്കും ഇറക്കുമതി നടക്കുക. കൃത്യമായ അളവുകൾ ഇല്ലാതെ രാജ്യത്തേക്ക് ആഭരണങ്ങൾ കൊണ്ടുവരാൻ ഇനി സാധിക്കില്ല. അടുത്ത ഏപ്രിൽ 30 വരെയാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് പുതിയ സർക്കുലർ ഇറക്കുന്നത്. നേരത്തെ വെള്ളിയുടെ കാര്യത്തിലായിരുന്നു ഈ നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഇനി മുതൽ പ്ലാറ്റിനം ആഭരണങ്ങളും ഈ പരിധിയിൽപ്പെടും. ആസിയാൻ രാജ്യങ്ങളുമായുള്ള കരാറുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യവുമാണ് കേന്ദ്രത്തിനുള്ളത്. വ്യാപാര ചട്ടങ്ങൾ ഘടിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. 2026 ഏപ്രിൽ 30 വരെയാണ് പുതിയ നിയന്ത്രണം. വെള്ളി ആഭരണങ്ങൾക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ സ്വതന്ത്ര വ്യാപാരം എന്ന ഗണത്തിലായിരുന്നു ഇവ. ഇപ്പോൾ നിയന്ത്രിത വ്യാപാരം എന്ന ഗണത്തിലേക്ക് മാറ്റി. ഇനി വെള്ളി, പ്ലാറ്റിനം ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരികൾക്കും മറ്റും സർക്കാരിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും. പുതിയ ലൈസൻസ് ലഭിക്കുന്നവർക്കായിരിക്കും ഇനി ഇറക്കുമതിക്ക് സാധിക്കുക. വെള്ളി ആഭരണങ്ങൾക്ക് അടുത്ത മാർച്ച് 31 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് ഇതിനേക്കാൾ 1 മാസം കൂടി അധിക കാലം നിയന്ത്രണമുണ്ട്. അവശ്യ വസ്തുക്കൾ അല്ലാത്ത ചരക്കുകളിലാണ് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. വൻതോതിൽ ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ രാജ്യത്തെ വിദേശ കരുതൽ ധനം വലിയ തോതിൽ ചോരുന്നുണ്ട്. വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്ന നടപടിയുമായാണിത്. താൽക്കാലിക നടപടി മാത്രം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.